പ്ലാൻ ചെയ്യാതെയുള്ള യാത്രകൾ രസകരമാണ്. അതുപോലെയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളും. ഒരു വേളാങ്കണ്ണി യാത്ര. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 5:40 ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ കയറിയ ഞങ്ങൾ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് 3 മണിയോടെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഉച്ചഭക്ഷണം കഴിച്ചിട്ടാകാം യാത്ര എന്ന് കരുതിയ ഞങ്ങൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള തലപ്പാക്കട്ടി ബിരിയാണിക്ക് ഫേമസ് ആയ ഒരു കടയ്ക്ക് മുന്നിലെത്തി. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം വളരെ കുറവാണെങ്കിലും ദൂരെ നിന്ന് പോലും ആളുകൾ ഈ കട നോക്കി എത്തുന്നുണ്ട്. നല്ല ബിരിയാണിയായിരുന്നു. അടുത്ത ദിവസം വേളാങ്കണ്ണി പള്ളിക്ക് സമീപമുള്ള കേരള ഹോട്ടൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് യാത്ര തിരിച്ചു. ഇന്നലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ബസ്സിൽ കയറിയ ഞങ്ങൾ രാത്രി 9 മണിക്കാണ് വേളാങ്കണ്ണി പള്ളിയിൽ എത്തിച്ചേർന്നത്. യാത്രാ ക്ഷീണം കാരണം വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഉപകാരസ്മരണയ്ക്കും ആവശ്യങ്ങൾ നിറവേറാനും മുട്ടിലെഴഞ്ഞുള്ള നേർച്ച ചെയ്യുന്നവരെ ഇവിടെ നമുക്ക് കാണാമായിരുന്നു. ഈ കാണുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. പിൽക്കാലത്ത് പള്ളിയായി രൂപം കൊണ്ടത്. ഇതിനോട് ചേർന്ന് മോർണിംഗ് സ്റ്റാർ എന്ന ഒരു പള്ളിയുണ്ട്. മെയിൻ പള്ളിയിൽ പോയി കുർബാന കണ്ട് ഇറങ്ങിയ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ്. ബീച്ചാണെങ്കിൽ തന്നെ ഒരു വൃത്തിയും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തിരക്കുമുണ്ടായിരുന്നു. ബീച്ചിലോട്ട് പോകുന്ന വഴിയിൽ ഷോപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ നല്ല തിരക്കുമായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് പള്ളിയുടെ സമീപത്തുള്ള ഉദയം എന്ന ഹോട്ടലാണ്. നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു. രാത്രി 8 മണിക്കുള്ള വേളാങ്കണ്ണിയിൽ നിന്നും കളിയിക്കാവിള വരെയുള്ള ലയൺ എന്ന AC സ്ലീപ്പർ ബസ്സിലായിരുന്നു ഞങ്ങളുടെ മടക്കയാത്ര. രാവിലെ 7 മണിക്ക് ഞങ്ങൾ കളിയിക്കാവിളയിലെത്തി.